വെൽക്കം ടു മൈ ചാനൽ. കോൺകാറ്റിനേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ അഡ്രസ് എന്ന് പറയുന്ന ഈ സെല്ലിന് താഴെയുള്ള ഈ സെല്ലിലേക്ക് നമുക്ക് ഈ ഡേറ്റാസ് എല്ലാം കോൺകാറ്റിനേറ്റ് ചെയ്തെടുക്കാം. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് A2-വിൽ കിടക്കുന്നതും കോമ B2 B1 അല്ല B2-വിൽ കിടക്കുന്നതും കോമ ഇനി നമുക്ക് ഇപ്പൊ നമ്മള് ജയ എന്നുള്ളതും ദീപം എന്നുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പൊ ജയദീപം എന്നായിരിക്കും അത് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പേസ് വേണം. നമുക്ക് എവിടെ സ്പേസ് വേണോ അവിടെ നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യുക. സ്പേസ് ഇടുക, വീണ്ടും ഡബിൾ കോട്ട്സ് ഇടുക. അപ്പൊ ഈ ഡബിൾ കോട്ട്സ് ഇടുന്നിടത്തേക്ക് നിങ്ങൾക്ക് സ്പേസ് വരുന്നത്. നെക്സ്റ്റ് കോമ C2 കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് വരണം. അപ്പോൾ ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഡബിൾ കോട്ട്സിന് ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കണേ. കോമ നെക്സ്റ്റ് D2 കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് വേണം. അപ്പോൾ ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ് കോമ ലാസ്റ്റ് E2. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ജയദീപം എന്നുള്ളതിനിടയ്ക്ക് സ്പേസ് ഇല്ല, നമ്മൾ അവിടെ സ്പേസ് കൊടുത്തിട്ടില്ലായിരുന്നു. ബാക്കി ആ ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നിടത്തെല്ലാമാണ് അവിടെ സ്പേസ് വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അത്. ഇതും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കൗണ്ട് എ, കൗണ്ട് ഇഫ്, ഈ മൂന്ന് ഫങ്ഷൻസിന്റെ യൂസേജ് ആണ്. J3-ല് ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു നമുക്ക് വേണ്ടത് കൗണ്ട് ആണ്. കൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, സെല്ല് റേഞ്ച് വരുന്നത് A1 മുതൽ J2 വരെയാണ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നെക്സ്റ്റ് കൗണ്ട് എ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. A1 to J2, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നെക്സ്റ്റ് ഈക്വൽ ടു കൗണ്ട് ഇഫ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. A1 മുതൽ J2 വരെ സെലക്ട് ചെയ്യുക, കോമ ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ 1000, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ O വന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ ഇക്വേഷൻ ഇത് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുകയാണ്. അടുത്തതിന്റെ ഇക്വേഷൻ ഇതാണ്, അടുത്തതിന്റെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എച്ച് ലുക്കപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 5-ലാണ് ഇതിന്റെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. ഈക്വൽ ടു എച്ച് ലുക്കപ്പ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C1 കോമ B1 മുതൽ നമുക്ക് കോളൻ ഇട്ട് കൊടുക്കുക. B1 മുതൽ നമുക്ക് വേണ്ടത് E4 വരെയാണ്. അപ്പൊ E4 വരെ
അത്രയും സെലക്ട് ആകണമെങ്കിൽ കോളൻ ഇടണേ ഈ 4 അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താലും മതി, സെല്ല് സെലക്ട് ചെയ്താലും മതി. കോമ 4, 0 ബ്രാക്കറ്റ് ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ആൻസറായി. ഇത് വി ലുക്കപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. C7ലാണ് ഇക്വേഷൻ എൻ്റർ ചെയ്യേണ്ടത്. ഈക്വൽ ടു വി ലുക്കപ്പ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1846, കോമ A2ൽ ഈ വാല്യൂ A2 മുതൽ നമുക്ക് വേണ്ടത് C5 വരെയാണ്. A2 മുതൽ C5 വരെ സെലക്ട് ചെയ്യുക, കോമ 3,0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത്രയേ ഉള്ളൂ വി ലുക്കപ്പ്. ഇത് കുറച്ച് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് യൂസ് ചെയ്യേണ്ട ഫങ്ഷൻസ് മാക്സ്, മിൻ, ആവറേജ്, അതായത് മാക്സിമം, മിനിമം, ആവറേജ്, ഈ ഫങ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഇവിടേക്ക് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഹയസ്റ്റ്, ലോവസ്റ്റ്, ആവറേജ്. ഹയസ്റ്റ്, ലോവസ്റ്റ്, ആവറേജ് എന്നുള്ളത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഹയസ്റ്റിൽ വരേണ്ട വാല്യൂസ് ഈക്വൽ ടു, ഹയസ്റ്റിൽ വരേണ്ടത് മാക്സിമം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മാക്സ്. ഇത് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. B2വിലാണ് ഇതിന്റെ സ്കോർ കിടക്കുന്നത്. B2 കോളൻ H2 വരെയുള്ള ഡേറ്റാസ് നമുക്ക് വേണം. ഇനി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡേറ്റയില് മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളതാണ്, ഹയസ്റ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ലോവസ്റ്റ് ആണ്. ലോവസ്റ്റ് എന്ന് വെച്ചാൽ മിനിമം ആണ്. ലോവസ്റ്റ് ഈക്വൽ ടു MIN, അതും ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, B2 മുതൽ H2 വരെ സെലക്ട് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് മിനിമത്തിന്റെ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ആവറേജിന്റെ ആണ്. ഈക്വൽ ടു ആവറേജ്, ഇതും ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, B2 മുതൽ H2 വരെ സെലക്ട് ചെയ്യുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം, മിനിമം, ആവറേജ് ഇതിന്റെ ആൻസർ ആയി. ഇത് നെസ്റ്റഡ് ഇഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് വേറൊരു ഇഫ് വരും. അപ്പൊ ഇവിടെ ഈ മുകളിൽ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ അറിയാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. ഈ കിടക്കുന്ന ഈ ഡേറ്റാസ് ഉണ്ടല്ലോ, ആദ്യം നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ആദ്യം ഈക്വൽ ടു ഇടുക, ഇത് ടൈപ്പ് ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ B2
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 കോമ ഡബിൾ കോട്ട്സിനകത്ത് എ പ്ലസ് കോമ. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഈക്വൽ ടു കോപ്പി ചെയ്ത് ഇഫ് മുതൽ ഇവിടെ വരെ അങ്ങ് കോപ്പി ചെയ്ത് വെക്കുക. ഇത് സെലക്ട് ചെയ്ത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇത്രയും ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചാൽ മതി കേട്ടോ. കൺട്രോൾ സി അടിച്ചാൽ കോപ്പി ആകും. ഇനി ഈ കോമയുടെ തൊട്ടിപ്പറ കൊണ്ടുവച്ച് കൺട്രോൾ വി അടിക്കുക. അപ്പൊ അവിടെ പേസ്റ്റ് ആവും. എൻ്റർ ആയി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, നമുക്കിവിടെ 90 ആയിരുന്നു. ഇനി നമുക്കിവിടെ വരേണ്ടത് എത്രയാണ്? 90 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കിട്ടേണ്ടത് 80 ആണ് അല്ലേ? അപ്പൊ ഇവിടെ 80 എന്നാക്കി കൊടുക്കുക. അപ്പൊ ഈ 90 എന്നുള്ളത് എന്താക്കി കൊടുക്കുക? 80 എന്നാക്കി കൊടുക്കുക. ഈ എ പ്ലസ് എന്നുള്ളത് ഈ പ്ലസ് അങ്ങ് മാറ്റി എ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഈ കോമയുടെ ഇപ്പറേ കൊണ്ട് വീണ്ടും നമ്മൾ കൺട്രോൾ വി അടിക്കുക. വീണ്ടും അത് പേസ്റ്റ് ആയി. അവിടെ നമുക്ക് വേണ്ടത് 70 ആണ്. ഈ 90യുടെ സ്ഥാനത്ത് നമുക്ക് എത്ര? 70 ആണ് വേണ്ടത്. എ പ്ലസിന്റെ സ്ഥാനത്ത് നമുക്ക് ബി പ്ലസ് ആണ് വേണ്ടത്. വീണ്ടും ഈ കോമയുടെ ഇപ്പറേ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വി അടിക്കുക. ഇനി നമുക്കിവിടെ 90 അല്ല വേണ്ടത്, 60 ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എ പ്ലസ് അല്ല, ബി ആണ്. വീണ്ടും ഇവിടെ കൺട്രോൾ വി അടിക്കുക. ഇനി ഇവിടെ വേണ്ടത് 50 ആണ്. എ പ്ലസിന്റെ സ്ഥാനത്ത് സി പ്ലസ് ആക്കുക. വീണ്ടും കൺട്രോൾ വി അടിക്കുക. 90യുടെ സ്ഥാനത്ത് 40 ആക്കുക. ഇത് എ പ്ലസിന്റെ സ്ഥാനത്ത് സി ആക്കുക. വീണ്ടും കൺട്രോൾ വി അടിക്കുക. ആക്കുക. 90 എന്നുള്ളത് 30 ആക്കുക. എ പ്ലസിന്റെ സ്ഥാനത്ത് ഡി പ്ലസ് എന്നാക്കുക. വീണ്ടും കൺട്രോൾ വി അടിക്കുക. ഇവിടെ 90യുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടത് 20 ആണ്. 20 എ പ്ലസ് എന്നുള്ള സ്ഥാനത്ത് ഡി ആണ് വേണ്ടത്, ഡി. ഇത്രയും കിട്ടി. ഇനി നമുക്ക് പേസ്റ്റ് ചെയ്ത് ഇനി ഓൾട്ട് വി അടിക്കരുത്. ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക, ഇ അടിക്കുക, ഡബിൾ കോട്ട്സ് സ്റ്റോപ്പ് ചെയ്യുക. ഇനി എൻ്റർ അടിച്ചാൽ മതി. വേണ്ടോ? നിങ്ങൾ അത്രയും ബ്രാക്കറ്റ് അവിടെ ഇട്ട് കൊടുക്കണമെന്നില്ല. ഈ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എല്ലാം ഇവിടെ ക്ലോസ് ആണ്. ഈയുടെ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നോളും. കണ്ടല്ലോ? അപ്പൊ ഈ താഴേക്ക് വരാനായിട്ട് ഇവിടെ ഈ പ്ലസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. കണ്ടല്ലോ? ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ റിസൾട്ട് വന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലേ? അടിച്ചടിച്ച് ചെയ്യുന്നതിലും ശ്രദ്ധിച്ച് ചെയ്യണേ. പിവോട്ട് ടേബിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മളിവിടെ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്യേണ്ട റേഞ്ച് A1 മുതൽ D7 വരെയാണ്. ഇത്രയും സെലക്ട് ചെയ്യുക. ഇനി ഡേറ്റയിൽ പിവോട്ട് ടേബിൾ എടുക്കുക. പിവോട്ട് ടേബിൾ, ഇൻസെർട്ട് ഓർ എഡിറ്റ്, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട് റോ ഫീൽഡിലേക്ക് പ്രൊഡക്റ്റിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. റോ ഫീൽഡ് ഇതാണ്. പ്രൊഡക്റ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റി നമ്മൾ. നെക്സ്റ്റ് കൺട്രി ടു കോളം ഫീൽഡ്, സെയിൽസ് വോളിയം ടു ഡേറ്റ ഫീൽഡ്. ഇത്രയും ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുമ്പോൾ നമ്മുടെ പിവോട്ട് ടേബിൾ റെഡി ആയി.